ഹലോ, ഇന്ന് നമ്മൾ സെല്ലേഴ്സായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേരുകൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനു മുമ്പ് അതിൻ്റെ പ്രൊസീജിയർ ഒന്ന് ചെറുതായിട്ട് പറയാം. അപ്പം അതിന് ശേഷം നമുക്ക് അവരുടെ പേരുകൾ പറയാം. അതുപോലെ തന്നെ ചിലരൊക്കെ ചില സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംശയങ്ങൾ, ന്യായമായ സംശയങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ മറുപടി പറയാം. അപ്പം ക്വസ്റ്റ്യൻസ് കേട്ടാൽ അറിയാം നിങ്ങൾക്കത് നിങ്ങൾക്കും കൂടി സംശയം ഉണ്ടായിരുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അപ്പം അതായത് ആദ്യമായിട്ട് ചോദിച്ചത്, ഇപ്പോൾ ഒരു ഓർഡർ വന്നു. അപ്പോൾ നിങ്ങൾ എനിക്ക് ഒരു സെയിൽ പോസ്റ്റ് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ചെടിയുടെ പിക്ക് അയച്ചു തന്നു. അപ്പം അതിന് ഓർഡർ ആരും കസ്റ്റമേഴ്സ് ഉണ്ടായി. അപ്പോൾ ഈ പ്ലാന്റ് അയക്കേണ്ടത് എനിക്കാണോ? അതൊരു കുറേ പേർക്കും അത് സംശയമുണ്ട്. എനിക്ക് അയച്ചു തരാണോ വേണ്ടത്, അല്ലെങ്കിൽ ആരാണ് പേയ്മെൻറ്റ് ചെയ്യുക? ഇതൊക്കെ ന്യായമായ സംശയങ്ങളാണ്. അതായത് അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇതൊക്കെ അത്യാവശ്യമുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ എനിക്കല്ല അയക്കേണ്ടത്. അഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നാൽ നിങ്ങളാണ് അവിടെ നിന്ന് അയക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് അയച്ചു കഴിഞ്ഞാൽ പാക്കിങ് ചെയ്യണം. അതുപോലെ DTDC ഓഫീസോ സ്പീഡ് പോസ്റ്റോ വഴിയായിട്ടാണ് അയക്കേണ്ടത്. അപ്പോൾ അത് അയച്ചു കഴിഞ്ഞാൽ ട്രാക്കിംഗ് കോഡ് ആണ് എനിക്ക് അയച്ചു തരുന്നത്. ട്രാക്കിംഗ് കോഡ് എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി തീർന്നിട്ടില്ല. അത് ട്രാക്ക് ചെയ്യണം. എപ്പോഴാണോ കസ്റ്റമർക്ക് കിട്ടണേ ആ കിട്ടണത് നമുക്ക് ട്രാക്ക് ചെയ്താൽ, ID ട്രാക്ക് ചെയ്താൽ നമുക്കറിയാൻ പറ്റും. അപ്പം അതിൻ്റെ സ്ക്രീൻഷോട്ട്, ഡെലിവേർഡ് എന്നുള്ള സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരാം. അപ്പോൾ എന്നിട്ട് അതിൻ്റെ കാൽക്കുലേഷൻ, ഇപ്പോൾ പേയ്മെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ചിലർ പേയ്മെൻറ്റ് പറയാൻ അറിയില്ല എന്ന് പറയും. അത് എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എനിക്കറിയാം, പക്ഷെ ചിലർ ചിലപ്പം ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് കിട്ടിയേനെ എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നല്ല ഞാൻ പറയണേ. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുമല്ല, എനിക്ക് അതിനുള്ള സമയമില്ല. അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് അതിൽ കൊടുക്കാം. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇത് സെയിലാവണം, പ്രൈസ് ആവണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രൈസ് കൊടുക്കാൻ പറ്റില്ല. അപ്പം പ്രൈസിങ്ങിനെ കുറിച്ച് നല്ല അറിവ് വേണം. അപ്പം അതിനായിട്ട് ഞാൻ പറയുന്ന ഒരു വഴിയാണ്, നിങ്ങൾ എനിക്ക് സെയിൽ പോസ്റ്റ് ഇടുമ്പോൾ ഞാൻ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിൽ നോക്കിക്കൊണ്ടിരുന്നാൽ ഏകദേശം ചെടികളുടെ പ്രൈസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതൊരു കാര്യം. പിന്നെ എങ്ങനെയാണ് പിക്ക് എടുക്കേണ്ടത്? പലരും കാണിച്ചിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഒന്നിച്ച് നിൽക്കണ കുറേ ചെടികൾ അതിൻ്റെ ഇടയിലൊരു ഇതാണ് ഞങ്ങൾക്ക് വിൽക്കണ്ടേന്നും പറഞ്ഞിട്ട് നമുക്ക് അയച്ചു തരും. എനിക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് അതിനാൽ തന്നെ പിന്നെ അവർ ചിലപ്പോൾ വിളിക്ക പോലും ഇല്ല നമ്മളെ. അപ്പം ഞാനിത് മുഴുവൻ എഡിറ്റ് ചെയ്ത് അതിലേക്ക് ഇട്ട് പിന്നെ ആരെങ്കിലും വന്ന് ഇവരോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ അതിപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെന്ന് പറയും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുറേ കാര്യങ്ങൾ വേറെ നമ്മൾ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുക. അതിപ്പം വിശദീകരിക്കാൻ സമയമില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. റെസ്പോൺസിബിൾ ആയിരിക്കണം. അങ്ങനെ അത് ഞാൻ പിന്നത്തെ ഒരു വീഡിയോയിൽ പറയാം. അപ്പം ക്ലിയർ ആയിട്ട് എങ്ങനെ പിക്ക് എടുക്കണം, സെയിൽ പോസ്റ്റായിട്ട് ഇടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം. ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മളൊരു നഴ്സറിയിൽ പോയിട്ട് എങ്ങനെയാണോ പ്ലാന്റ് വാങ്ങുന്നത് അതേ ലുക്കിലുള്ള, അതായത് 3 ലീഫുള്ള പ്ലാന്റാണ് നിങ്ങൾ അയക്കാൻ പറ്റുക. 3 ലീഫ് അതും ഉണ്ടായിരിക്കണം. ഫ്ലവർ വിത്ത് ഫ്ലവറാണ് അയക്കണമെങ്കിൽ വിത്ത് ഫ്ലവർ ഉണ്ടായിരിക്കണം. അപ്പം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള, കാരണം എന്താ വെച്ചാൽ ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പം അവർ വീഡിയോ എടുത്തിട്ട് നമുക്ക് അയക്കും. ഇത് നിങ്ങൾ പറഞ്ഞ അത്ര ഇതിൻ്റെ ഇതില്ല, സൈസ് ഇല്ല, അല്ലെങ്കിൽ മെച്യൂരിറ്റി ഇല്ല, ഇതൊക്കെ ആയിരിക്കും. ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ റീഫണ്ട് ചെയ്യോ റീപ്ലേസ് ചെയ്യോ ചെയ്യണം. ഇത്ര സീരിയസ് ആയിട്ട് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ബിസിനസ് വളർത്താനാണെങ്കിൽ തീർച്ചയായും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ബിസിനസ് ആക്കിയിട്ട് വളർത്താൻ പറ്റുള്ളൂ. ഒരെണ്ണം നിങ്ങൾക്ക് അയക്കാൻ പറ്റുമായിരിക്കും, അതിൻ്റെ പേയ്മെൻറ്റും ചിലപ്പോൾ കിട്ടുമായിരിക്കും. അതല്ലാതെ ഈ ബിസിനസ്സായിട്ട് വളരണം. നമ്മുടെ കയ്യിലുള്ള കസ്റ്റമേഴ്സ് 4 കൊല്ലം 3 കൊല്ലം 2 കൊല്ലം ഒക്കെ എത്തിയിട്ടുള്ള കസ്റ്റമേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. എന്നാലും നമുക്കൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ക്ഷമിക്കാനൊന്നും തയ്യാറായിക്കൊള്ളണമെന്നില്ല, നിർബന്ധമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പേ ചെയ്യുന്നത് അവരുടെ പേയ്മെൻറ്റിന് നമ്മൾ അർപ്പിക്കുന്ന
സംഭവം തന്നെ കൊടുത്താൽ മാത്രമേ അവർ കണ്ടിന്യൂ ചെയ്യുള്ളൂ. മനസ്സിലായി? അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്, പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ചിലവരൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് ഇതിനെ കണക്കാക്കണേ. അതല്ല എന്ന് പറയായിരുന്നു. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു തന്നത്, അതായത് പ്ലാന്റ് അവർക്ക് കിട്ടി, കസ്റ്റമർക്ക് പ്ലാന്റ് കിട്ടി. അപ്പം അതിനുശേഷം നിങ്ങൾ കാൽക്കുലേഷൻ ഇതിന്റെ സ്ക്രീൻഷോട്ട് അയക്കണം. അതായത് റിസീവ്ഡ് അല്ലെങ്കിൽ ഡെലിവേർഡ് ആയി കഴിയുമ്പോൾ അതിന്റെ സ്ക്രീൻഷോട്ട് പ്ലസ് നിങ്ങളുടെ കാൽക്കുലേഷൻ, നിങ്ങൾ എത്ര രൂപയ്ക്കാണോ ഇത് സെൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു അറിവ് വേണം. അതുപോലെ തന്നെ കൊറിയർ ചാർജ് പറയാനും നിങ്ങൾക്കറിയണം. തൽക്കാലത്തേക്ക് ആദ്യം അയക്കുമ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യും കൊറിയർ ചാർജ് എത്രയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊറിയർ ചാർജ് ആദ്യം കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചതിന് ശേഷം പ്ലസ് പ്ലാന്റിന്റെ പ്രൈസും വാങ്ങി വെച്ചതിന് ശേഷമാണ്. പ്ലാന്റിന്റെ പ്രൈസ് നിങ്ങൾ എന്താണോ പറയണേ അതിൽ കൂടെ ഒരു 30 rupees ഒക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഫോർവേഡ് ചെയ്യുക. അത്രയാണ് വേറൊരാൾ അയക്കുമ്പോൾ ഞാൻ കമ്മീഷൻ പോലെ വാങ്ങുന്നത്. അപ്പൊ അത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ടാവും പ്ലസ് കൊറിയർ ചാർജ്. അപ്പൊ ഈ കൊറിയർ ചാർജ് പല സ്ഥലങ്ങളിലും ഇപ്പം ഔട്ട് ഓഫ് സ്റ്റേറ്റുകൾ അയക്കുമ്പോൾ പലപ്പോഴും വ്യത്യാസം വരും. അതായത് നിങ്ങൾ പാഴ്സൽ ചെയ്യുന്ന ആൾക്കാണ്, അതായത് പാക്കിംഗ് എത്രയുണ്ടോ, വെയിറ്റ് എത്രയുണ്ടോ, ഇതിനൊക്കെ DTDCയിലും സ്പീഡ് പോസ്റ്റിലും ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ 1 കിലോന്റെ താഴെ വന്നാൽ ഇത്രയാണ്, അതിന്റെ മീതെ വന്നാൽ ഡിസ്റ്റൻസ് അനുസരിച്ച് കൂടും DTDCയിൽ. അതേസമയം പോസ്റ്റൽ വരുമ്പോൾ അത്രയ്ക്ക് വ്യത്യാസം വരില്ല. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. ആദ്യത്തില് ഞാൻ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞാലും ഇപ്പൊ ഈ അയച്ചതിൽ തന്നെ എനിക്ക് ഇപ്പോഴും കിട്ടാത്ത കൊറിയർ ചാർജുകളുണ്ട്. അതായത് ഇത് പാക്കിംഗ് ചെയ്യുമ്പോൾ എത്ര വരും എന്നുള്ളത് ഞാൻ കാണുന്നില്ലല്ലോ. അപ്പൊ ഡിസ്റ്റൻസ് വെച്ചിട്ട് ഞാൻ പറയും, പക്ഷെ പിന്നീട് അവരോട് ചോദിക്കാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് പ്ലേസിലും ഒക്കെയുള്ള ആൾക്കാരായിരിക്കും അങ്ങനത്തെ പ്ലാൻസ് വാങ്ങണേ. നമ്മുടെ ഗ്രൂപ്പില് പിന്നീടാണ് ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്താലും മാർക്കറ്റ് പ്ലേസിൽ നിന്ന് പുതിയ ആൾക്കാർ വരണം. കാരണം നമ്മുടെ കയ്യിലുള്ള കസ്റ്റമേഴ്സ് അത്രയും പഴക്കമുള്ളവരാണ്. അപ്പൊ അവരെ വെച്ചിട്ട് കളിക്കാൻ ഞാനും തയ്യാറാവില്ല. അപ്പൊ മാർക്കറ്റ് പ്ലേസ് എന്ന് വരുന്നവരെ പിന്നെ നമ്മൾക്ക് കോണ്ടാക്ട് ചെയ്ത് ശ്രമിച്ചാല് നടക്കില്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് കൊറിയർ ചാർജ് ആദ്യം നിങ്ങൾ പറയേണ്ടതായിരിക്കും. നമ്മൾ അവരെ ഇന്ന് വാങ്ങിക്കാം. അതിനുശേഷം കൂടി എന്ന് പറഞ്ഞാൽ ചിലര് വളരെ റയറായിട്ട് ചിലരൊക്കെ അയച്ചു തന്നിട്ടുണ്ട്, പക്ഷെ എല്ലാവരും അതിന് തയ്യാറാവില്ല. അപ്പൊ കൊറിയർ ചാർജ് പറയാറിയണം, ചെടിയുടെ പ്രൈസ് പറയാറിയണം. അപ്പൊ ചിലരൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം പറയാറുണ്ട്, ഈ ചെടിക്ക് തന്നെ ഇതിലും പ്രൈസ് ഇട്ടുണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഒരു 10 സെല്ലേഴ്സിന്റെ ഗ്രൂപ്പാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഇത്ര എണ്ണം ഷെയർ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അത് സെൽ ചെയ്തോളണമെന്നില്ല. ആ പ്രൈസ് കണ്ടിട്ട് നിങ്ങൾ പ്രൈസ് ഇട്ടിട്ട് കാര്യമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് സെല്ല് ആവാണ്ട് നമ്മൾ ചില ചെടികൾ എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അത് അന്വേഷണം വരുമ്പോൾ അത് വേണ്ട വിധത്തിൽ ചെയ്യാന്നുള്ള തീരുമാനങ്ങളൊക്കെ സെല്ലേഴ്സ് ഗ്രൂപ്പിലുണ്ട്. അതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതിലും നിങ്ങൾ നോക്കിയിരിക്കരുത്. പിന്നെ എൻ്റെ ഒരു ഇത് ഞാൻ അതിൽ ആഡ് ചെയ്യും, പ്ലസ് കൊറിയർ ചാർജ് വരും. ഇതൊക്കെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം. പ്രൈസ് നിങ്ങൾ എത്ര അറിവുള്ള ആളായാലും ആദ്യമായിട്ടാണ് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൈസിന്റെ കാര്യത്തിൽ നല്ല തീരുമാനം എടുത്തിട്ട് എനിക്ക് ഫോർവേഡ് ചെയ്യണം. അതല്ല ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, അത് നൈസീസ് എന്താ വേണ്ടെങ്കിൽ തീരുമാനിച്ചോ എന്ന് പറഞ്ഞ് എനിക്ക് അയക്കണേല് എനിക്കത് ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ സമയം പോവാണ്. നിങ്ങളോട് അത് പിന്നീട് സംസാരിക്കണം, ഇതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഒരു പ്രൈസ് നിങ്ങൾ ഇടുക അതില്. അപ്പോൾ എനിക്കത് തരാൻ പറ്റിയ മാക്സിമം ഫസ്റ്റ് ആയിട്ട് സെൽ ചെയ്യണവർക്ക് മാക്സിമം പേയ്മെന്റ് ഞാൻ ഇടും, എൻ്റെ കമ്മീഷനും കൂടി എടുക്കാണ്ട് ചിലപ്പോൾ അത് അവർക്ക് ഇടും. അപ്പൊ അത് വേറെ കാര്യം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. പ്ലാന്റിന്റെ പിക്ക് ഇടുക, അത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. രണ്ടാമത് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ DTDCയുടെ അല്ലെങ്കിൽ മറ്റേതിന്റെ ട്രാക്കിംഗ് കോഡിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചതിന് ശേഷം നിങ്ങൾ അവിടെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇത് അവർ ഡെലിവേർഡ് കാണിക്കുമ്പോൾ അതിന്റെ സ്ക്രീൻഷോട്ട് പ്ലസ് കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട പ്ലാന്റിന്റെ പ്രൈസ് പ്ലസ് കൊറിയർ ചാർജ്
അത് ആദ്യം പറഞ്ഞത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് എനിക്ക് അയക്കണം. അപ്പൊ ഇതൊക്കെ മുമ്പ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് അയച്ചു വെച്ചുകൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പേര് ഇതുപോലെ നമുക്ക് സെല്ലേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നും എന്നാണോ ഡെലിവറി ആവണേ അത് എനിക്ക് നോക്കാനായിട്ട് സമയമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട്. അപ്പം നിങ്ങളത് എനിക്ക് അയച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ, അല്ലെങ്കിൽ അന്ന് തന്നെ, മിക്കവാറും അന്ന് തന്നെ ഞാൻ പേയ്മെൻറ്റ് ഇതാക്കും. കാരണം ഒരുപാട് ബാക്കി പെൻഡിങ് വന്നു കഴിഞ്ഞാൽ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ അതൊക്കെ ചിലപ്പോൾ താഴെ പോയി കിടക്കും. അപ്പോൾ നമ്മൾ മറന്നു പോകും. അപ്പോൾ പിന്നെ ഒന്നും അങ്ങനെ വറി ചെയ്യണ്ട. അപ്പം ഞാൻ മറന്നാലും അതൊന്നും ഓർമ്മിപ്പിക്കാം. അതിനുള്ള ഫ്രീഡം നിങ്ങൾ എടുക്കുക. അത്രയൊക്കെയാണ് എനിക്കിതിൽ പറഞ്ഞു തരാനുള്ളത്. പിന്നെ എനിക്ക് ചെയ്യാവുന്നത് ഇതൊക്കെയാണ്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ കുറേ പേര് 1-2 പ്രാവശ്യം പറയുമ്പോൾ പറയും ഇത് കേൾക്കാം നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ അയച്ച് അതിൻ്റെ ഫുൾ എത്തിയപ്പോഴാണ് മനസ്സിലായത് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം ഇനി ഞങ്ങൾ ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്ക് ഇത് രജിസ്ട്രേഷൻ ഫീസൊന്നും വാങ്ങിയിട്ടല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇനി അത് കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് അയക്കണം എന്ന് തോന്നിയാലും നമ്മളെ കോണ്ടാക്ട് ചെയ്തോളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയാതിരിക്കാൻ നിങ്ങൾ അത്രയും പക്കയായിട്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ എനിക്ക് മാത്രമല്ല, പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് വിൽക്കാനുള്ള സെൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോസ് ചെക്ക് ചെയ്താൽ അറിയാം. യൂട്യൂബ് അല്ല, മാർക്കറ്റ് പ്ലേസിൽ എങ്ങനെയാണ് അതിൻ്റെ സെയിൽ പോസ്റ്റ് കൊടുക്കേണ്ടത് എന്നൊക്കെ. കുറേ പേര് കൊടുത്തു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ആരും ബൈ ചെയ്യാൻ വന്നിട്ടില്ല, അപ്പം മാമിന് എങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ വിൽക്കാൻ പറ്റും? ഞാൻ പറയണേ, ഞാനൊരു 5 വർഷമായി. പിന്നെ കൊറോണയുടെ സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ എൻ്റെ മാർക്കറ്റ് പ്ലേസിൽ ഒക്കെ ഈ സെയിൽ പോസ്റ്റുകൾ ഇടാൻ തുടങ്ങിയത്. അന്ന് ഒരുപാട് പേര് മാർക്കറ്റ് പ്ലേസ് ഇപ്പോഴും മാർക്കറ്റ് പ്ലേസ് ഇട്ടാലും, പക്ഷെ നിങ്ങൾ പുതിയ സെല്ലറാണെങ്കിൽ അത് വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്കുള്ള സ്റ്റാർസ് ഇതൊക്കെ കുറേ സെൽ ചെയ്യുമ്പം ഈ കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായം ചോദിക്കും. അതിനൊരു കോളുണ്ട്. അപ്പോൾ ആ കസ്റ്റമേഴ്സ്ക്ക് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ നല്ല സെല്ലറാണ്, റെസ്പോൺസീവാണ്, അതായത് എന്തെങ്കിലും ചോദിച്ച ഉടനെ മറുപടി, ഇതൊക്കെ ഉണ്ടായിട്ട് വേണം നിങ്ങളുടെ സെയിൽ പോസ്റ്റുകൾ സെയിൽ. അതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണു, അപ്പം നിങ്ങൾക്ക് പാക്ക് ചെയ്യാനുള്ള ഒരു ഇത് അറിയും. അതുപോലെ തന്നെ അയക്കേണ്ട അത് ഒരു കംപ്ലീറ്റ് സൈക്കിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയാണ്. പിന്നെ നിങ്ങൾക്ക് ആ കോൺഫിഡൻസും കിട്ടിയിട്ടുണ്ടാവും. അപ്പം അതിന് എനിക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റിയും കുറച്ച് ഇതുമുണ്ട്. പക്ഷെ എനിക്കത് ഇഷ്ടമായത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഒരു കമൻറ്റ് അതിൻ്റെ താഴെ ഇടുക. കാരണം നമുക്ക് വീഡിയോൻ്റെ പ്രൊമോഷനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ കമൻറ്റുകൾ വരുന്നതിനനുസരിച്ചാണ് നമ്മുടെ വീഡിയോ മുന്നിലേക്ക് വരുള്ളൂ. അപ്പം ഈ ബിസിനസ് മൈൻഡഡ് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ബാക്കി ആരും ഒന്നും ചെയ്യരുത്, ബാക്കി ആർക്കും ഗുണം കിട്ടരുത് എന്ന് വിചാരിച്ചിട്ടുള്ളത് ഞാൻ ബിസിനസ് മൈൻഡഡ് എന്നല്ല പറയുക. അപ്പം എനിക്ക് വേണ്ടിയല്ല ഞാൻ പറയണേ, അത് നമുക്കും മനസ്സിലാവും പെട്ടെന്ന്. ഇനി നിങ്ങളും ഇതുപോലെ ചെയ്തുകൊണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അവർ ഈ ഇതിലേക്ക് വരാത്തത്, അല്ലെങ്കിൽ അവർ എന്തുകൊണ്ടാണ് ഫെയിലിയർ ആയെന്ന്. ഈ ബിസിനസ് മൈൻഡഡ് ആവാത്തത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ ഇതിലും അങ്ങനെ വിചാരിക്കുക, എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, മനസ്സിലും അങ്ങനെ ഉണ്ടാവണം. നമുക്ക് മാത്രമല്ല കിട്ടുന്നത്. ഇപ്പം ഒരു സെല്ലർ ഉണ്ടായി വന്നു, വേറൊരു സെല്ലറും കൂടി ഉണ്ടായാലും ഒന്നും കുഴപ്പം വരാൻ പോകുന്നില്ല. കാരണം അത്രയധികം പേര് ഇപ്പോൾ ഓൺലൈനായിട്ടാണ് പ്ലാന്റ്സ് വാങ്ങുന്നത്. നഴ്സറീസൊക്കെ ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഏത് ഷോപ്പും ഇനി ഓൺലൈൻ വഴിയായിട്ടാണ് അധികം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണേ, അപ്പോൾ എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇട്ടുകൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടവും വരാൻ പോകില്ല, ഒരു നല്ല കമൻറ്റ് അതിൻ്റെ ഇടയിൽ ഇട്ടുകൊണ്ടും നിങ്ങൾക്കൊരു നഷ്ടവും വരാൻ പോകില്ല. അപ്പോൾ ഇതൊക്കെ സഹകരിച്ചിട്ട് ഞാൻ പറയുന്നൊന്നുമില്ല. നിങ്ങൾ പ്ലാന്റ് എനിക്ക് സെയിൽ പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾ അതിൽ പോയിട്ട് കമൻറ്റും ഇട്ടതിന് ശേഷം മാത്രം എനിക്ക് സെയിൽ പോസ്റ്റ് അയച്ചാൽ മതി എന്നൊന്നും ഞാൻ നിബന്ധന വയ്ക്കുന്നില്ല. അപ്പം നിങ്ങളും മനസ്സുകൊണ്ട് അങ്ങനെ വിചാരിക്കണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പം അതിനു മുമ്പ് ഇനി ഈ പറഞ്ഞ സെല്ലേഴ്സ് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തില്ലേ, അവരുടെ പേരുകൾ പറയാം. അപ്പം അതാരൊക്കെ